മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ തുടർച്ച. അവളുടെ തട്ടുകാതിൽ 2 പൊൻതങ്കകളുണ്ട്. അതിലുമുണ്ട് തൂങ്ങിക്കിടക്കുന്ന 2 പൊൻ അരിശിലകൾ. കഴുത്തിൽ പൊന്മാലകൾക്ക് പുറമെ ഒരു തടിയൻ പൊൻപീച്ചിങ്ങ. ഉമ്മയുടെ കഴുത്തിലുള്ള മാതിരി താലിപ്പൂട്ടില്ല. അത് കല്യാണത്തിന് ശേഷമേ ഇടൂ. അവളുടെ കൈകളിൽ പൊന്നിൻ്റെ കിലുങ്ങാമ്പളകളുണ്ട്. വിരലിൽ മോതിരമുണ്ട്. അത് ബാപ്പ ഇട്ടിരിക്കുന്ന മാതിരി തമ്പാക്കിൻ്റെയല്ല. ഇസ്ലാമായ ആൺപിറന്നോക്കന്മാർക്ക് തനി സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. കുഞ്ഞുപാത്തുമ്മയുടെ വിരലിലുള്ള മോതിരം കട്ടി സ്വർണമാണ്. ആനക്കണ്ണൻ മോതിരമാണത്. അവളുടെ അരയിൽ പൊന്നിൻ്റെ തുടലുണ്ട്. അതിൽ ധാരാളം ഏലസും കടുക്കിയുമുണ്ട്. പിന്നെ അവളുടെ കാലുകളിൽ ഉള്ളു പൊള്ളയായ പൊൻ ലേശമ്പുണ്ട്. അതിനകത്തു നിന്നാണ് നടന്നാൽ ശബ്ദങ്ങൾ അധികമായി കേൾക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണെന്ന് അവൾക്കറിഞ്ഞുകൂടാ. പൊൻതരികളോ മൺതരികളോ എന്തോ ഉണ്ട്. അതാണ് നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നത്. അവൾ ചുമ്മാ ഇരിക്കും. വിശക്കാതെയാണ് അവൾ ഉണ്ണുന്നത്. ഉറക്കം വരാതെയാണ് അവൾ കിടക്കുന്നത്. അവൾ ആ വലിയ കെട്ടിടത്തിൻ്റെ നടുമുറ്റത്ത് നിലാവുള്ള രാത്രികളിൽ നിൽക്കും. മനസ്സിൽ നേരിയതായ ഒരു വിഷാദം. അതിനെന്താ കാരണം? കുഞ്ഞുപാത്തുമ്മക്ക് അറിഞ്ഞുകൂടാ. അവൾ വിചാരിക്കും, ചുമ്മാ തോന്നലാണത്. അവൾക്ക് വേണ്ടതെല്ലാമുണ്ട്. എന്നിട്ടവൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്ത് നോക്കി മന്ദഹസിക്കാൻ മുതിരും. ഉമ്മ അകത്തേക്ക് വിളിക്കും. അവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ല. ആരെങ്കിലും കാണുകില്ലേ? ഹാജത്ത് ആരാ ഉമ്മ? ഉമ്മ പറയും, ഇഫ്രീത്തും ജിന്നും ഷെയ്ത്താനും. ആകാശത്തുകൂടി പറന്നു പോകുന്ന വല്ല അദൃശ്യ ജീവികളും അവളെ കണ്ടെങ്കിലോ? കാണുന്നത് പോലെ ആകാശം ശൂന്യമല്ല. മലക്ക്, ജിന്ന്, ഇഫ്രീത്ത്, ഷെയ്ത്താൻ കൂടാതെ ഇബിലിസ് എന്ന പഹയനും ആകാശത്തുകൂടി പറന്നുപോകും. അങ്ങനെ പോകുന്ന പോക്കിൽ കുഞ്ഞുപാത്തുമ്മയെ കാണുകയാണെങ്കിൽ ചിലർ മോഹിച്ച് അവളുടെ ദേഹത്ത് കൂടും.